എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കൃഷി വിജ്ഞാൻ കേന്ദ്ര കേരളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്നെല്ലാം ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് ഇതിനെങ്ങനെ നമുക്ക് അപേക്ഷിക്കാം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. സോ വന്നിരിക്കുന്ന പോസ്റ്റുകൾ അസിസ്റ്റന്റ്, ഡ്രൈവർ, സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. അസിസ്റ്റന്റിലേക്ക് ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡ്രൈവറിലേക്ക് 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് പാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ITI ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് തസ്തിയിലേക്ക് ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. ഡ്രൈവറിലേക്ക് ലെവൽ 3 ആണ് സാലറി സ്കെയിൽ. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫിലേക്ക് ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. റിക്രൂട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് തസ്തിയിലേക്ക് 30 വയസ്സ് വരെയും ഡ്രൈവറിലേക്ക് 27 വയസ്സ് വരെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിലേക്ക് 25 വയസ്സിനാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തിലെ OBCയും 5 വർഷത്തിലെ SC/ST കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ് പറഞ്ഞിരിക്കുന്നത്. 500 രൂപ ഫീസ് ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 3 മെയ് 2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. നോട്ടിഫിക്കേഷൻ്റെ 3ാമത്തെ പേജ് ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്നത് ഒരു ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് അവിടെ എഴുതുക. ഫുൾ നെയിം ബ്ലോക്ക് ലെറ്റേഴ്സിലാണ്, ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ എഴുതുക. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർനെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. പെർമനന്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ചോദിച്ചിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ ID, നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഡൊമിസൈൽ ചോദിച്ചിട്ടുണ്ട്. മാസ്റ്റർ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ഏജ്, ഡേ, മന്ത്, ഇയർ അവിടെ എഴുതുക. ഏജ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, ഇയറും മന്തും ഡേയ്സും ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. റിലീജിയനും കമ്മ്യൂണിറ്റിയും ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്. SC ആണോ, ST ആണോ, OBC ആണോ, PWD കാൻഡിഡേറ്റ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൂഫ് അറ്റാച്ച് ചെയ്യണം, കോപ്പി അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. നെയിം ഓഫ് എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി, സബ്ജക്റ്റ്, ക്ലാസ് ഓർ ഗ്രേഡ് ഓർ പെർസെൻറ്റേജ്, ഇയർ ഓഫ് പാസിങ്, സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഫീസ് അടച്ചതിൻ്റെ DD നമ്പറും ബാങ്കിൻ്റെ ഡേറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിക്ലറേഷൻ പിന്നെ പേര് എഴുതുക. ഡേറ്റും പ്ലേസും ചോദിച്ചിട്ടുണ്ട്. കൂടാതെ സിഗ്നേച്ചർ ആപ്ലിക്കൻ്റ് അവിടെ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയൊക്കെ അറ്റാച്ച് ചെയ്യണം. എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി, അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 3 മെയ് 2026 ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്